വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന BJPയുടെ മുഖ്യ അജണ്ട വികസനമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പറവൂരിൽ നടന്ന BJPയുടെ മെഗാ അദാലത്തും ജനസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം എല്ലാവരെയും ജന്മാവകാശം. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഒരു ദയം, ഒരു ഫേവറല്ല. നരേന്ദ്രമോദിജിന്റെ സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിന് പരിഹരിക്കാൻ പദ്ധതികൾ, സ്കീമുകൾ സൃഷ്ടിക്കുക, നടപ്പിലാക്കുക. അപ്പോ ജനങ്ങളുടെ വികസനം അവരുടെ അവകാശമാണ്, ജന്മാവകാശം. അതാണ് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രാഷ്ട്രീയം എല്ലാവരും കുറെ രാഷ്ട്രീയക്കാരാണല്ലോ, ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്. ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും രാഷ്ട്രീയക്കാരായിട്ട് പുറത്തു വരുന്നു. BJP NDAയുടെ ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയം ഈ നാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയം എന്ന് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ വിഷയം യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ആ കടലിടുക്കിൽ ഒരു രാജ്യത്തിന്റെ മാത്രമേ കപ്പലുകൾ കടന്നു വന്നുള്ളൂ. അത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിന്റെ കപ്പലുകളാണ് വന്നത്. ഇനിയും വരും. പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി ഓരോ മനുഷ്യന്റെയും ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി ഇടപെടുന്നു. താരിഫ് വന്നാൽ നരേന്ദ്രമോദി ഉറങ്ങില്ല, അത് പരിഹരിച്ചിട്ട് ഉറങ്ങുകയുള്ളൂ. കോവിഡ് വന്നപ്പോൾ ഏറ്റവും ആദ്യം ലോകത്ത് വാക്സിൻ ഉണ്ടാക്കിയത് അത് ഭാരതമാണ്, നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. 150 രാജ്യങ്ങൾക്കാണ് സൗജന്യമായിട്ട് നമ്മൾ വാക്സിൻ കൊടുത്തത്. ഇവിടെയും ഭീകരവാദം ഉണ്ടായി, ജനങ്ങൾ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി. ഭീകരത കൊണ്ട് PFIയെ നരേന്ദ്രമോദി നിരോധിച്ചു. സമാധാനം തിരിച്ചു വന്നില്ലേ? എറണാകുളം ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഓൺലൈനിൽ പങ്കെടുക്കാം. ഇവിടുത്തെ MLA ഓൺലൈനിൽ പങ്കെടുത്തു. ഒരു കോളേജില് ഒരു പ്രൈവറ്റ് കോളേജിനെ സർക്കാർ കോളേജായിട്ട് പ്രഖ്യാപിക്കുകയും അവിടെ 3 കോഴ്സ് ആരംഭിച്ചു ഒരാഴ്ച മുമ്പ്. ആ 3 കോഴ്സ് ആരംഭിച്ചത് ഓൺലൈനിലൂടെ ഉദ്ഘാടനം. മുഖ്യമന്ത്രിയും പിണറായി വിജയനും ബിന്ദുവും പ്രതിപക്ഷ നേതാവും ഓൺലൈനിൽ വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആ കോളേജിലില്ല. ഫോറൻസിക് വിഭാഗം തുടങ്ങുന്നുണ്ട്, യാതൊരു പദ്ധതിയുമില്ല. അവിടെ മീഡിയയുടെ ജേർണലിസം കോഴ്സ്, ഒരു ലൈബ്രറി ബോർഡ്, ഒരു പുസ്തകം പോലുമില്ല. യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ജനപ്രതി MLA പേരും ഓൺലൈനിൽ വന്ന് ഒരു കോളേജിലേക്ക് സർക്കാരിന്റെ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഗതികളിലേക്ക് പറവൂരിൽ എത്തിച്ചേർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K ഷൈജു, PP സജീവ്, സംസ്ഥാന അദാലത്ത് ഇൻചാർജ് ഗോകുൽ ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടറിമാരായ ഡോക്ടർ രേണു സുരേഷ്, അഡ്വക്കേറ്റ് ജിജി ജോസഫ്, P ശ്യാംരാജ്, വക്താക്കളായ KPS ഹരിദാസ്, PR ശിവശങ്കരൻ, BDJS ജില്ലാ പ്രസിഡന്റ് MP ബിനു, 2020 കോർഡിനേറ്റർ അനീഷ് അശോകൻ, സ്വാഗത സംഘം ചെയർമാൻ KP രാജൻ എന്നിവർ സംസാരിച്ചു.
CJ Joy, City Voice, News Bureau, North Paravur.